Hi dears, welcome back to ടോസ് അക്കാഡമി. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ടോസ് അക്കാഡമി വീണ്ടും ഒരു പബ്ലിക് സെഷനുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. വളരെ ചിട്ടയോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ അടിമുടി മാറ്റിയിട്ടുണ്ട്. പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാം പരിശോധിച്ചാൽ തന്നെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ പോലും വേറെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നൊക്കെ തന്നെ വിഭിന്നമായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ മുൻപിലുള്ള ടൈം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കണം. അതിന് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചിട്ടയായ പഠനക്രമമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ടോസ് അക്കാഡമി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഹായ് ഓൾ. അപ്പം നമ്മുടെ ഈ സെറ്റ് ഫോമാസ് 3 മന്ത് സ്റ്റഡി പ്ലാനിനകത്ത് നമുക്ക് കവർ ചെയ്യുന്ന ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. എല്ലാ മൊഡ്യൂളുകളിലും യൂണിറ്റുകളിലും നമുക്ക് 5 മൊഡ്യൂളുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മൊഡ്യൂളുകളാണ് ഈ 5 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ തോട്ടുകളുടെ ഡെവലപ്മെന്റും സയന്റിഫിക് മാനേജ്മെന്റും ഫങ്ഷണൽ മാനേജ്മെന്റ് ട്രഡീഷണലും മോഡേൺ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് തുടങ്ങിയതായിട്ടുള്ള വെരി ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഒരു മൊഡ്യൂളുകളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റുകൾ കൊണ്ടുവന്ന ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവരെ ആരൊക്കെയാണ്, അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റ്സ് പഠിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, ട്രഡീഷണൽ സ്കൂളുണ്ട് അല്ലെ, നമ്മുടെ ക്ലാസിക്കൽ സ്കൂളുണ്ട്, നിയോ ക്ലാസിക്കൽ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പൊ അതിൽ തന്നെ ഓരോ ഫംഗ്ഷനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. പ്ലാനിങ്ങിനകത്ത് തന്നെ ടൈപ്പ് ഓഫ് പ്ലാനുകൾ, സ്ട്രാറ്റജിക് പ്ലാനുകൾ, അതുപോലെ സിംഗിൾ യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് പ്ലാനുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാഫിങ്ങിനകത്ത് വരുന്ന ട്രെയിനിങ്, പല ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ, മോട്ടിവേഷനകത്ത് നമ്മൾ എബ്രഹാം മാസ്ലോയുടെ തിയറി പഠിക്കുന്നുണ്ട്, 2 ഫാക്ടർ തിയറി പഠിക്കുന്നുണ്ട്. അതുപോലെ ലീഡർഷിപ്പിനകത്തും നമ്മൾ ഒരുപാട് സിറ്റുവേഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പ് പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തിയറികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് പറഞ്ഞു പോകുന്നത്. അതിനുശേഷം നമ്മുടെ മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ അവിടെ OB ആണ്, ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അപ്പൊ അവിടെ നമുക്ക് കൂടുതൽ കോൺസെപ്റ്റും തിയറിയും ബേസ് ചെയ്യുന്നത് ഓർഗനൈസേഷനകത്തുള്ള ഇൻഡിവിജ്വലിന്റെയും ഗ്രൂപ്പുകളുടെയും ബിഹേവിയറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റും തിയറിയാണ് നമുക്ക് 3-ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയും പോലെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സ്റ്റേജസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അതിന്റെ സീക്വൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫോമിങ്, സ്ട്രോമിങ്, നോമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ 4 വന്നു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് മോഡൽസ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആ മോഡലുകൾ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനത്തത് മൊഡ്യൂൾ 5 ആണ്, സ്ട്രാറ്റജിക്
പ്ലാനിങ് ആണ് അവിടെ വരുന്നത്. അതിനകത്ത് നമ്മൾ മൈക്കിൾ പോർട്ടറിന്റെ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്. എല്ലാ തവണയും അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു എക്സാമിന് 3-4 ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കൂടെയാണെന്ന് മനസ്സിലാക്കുക. ഈ ഓരോ മൊഡ്യൂളുകളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളും പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പറയുന്നത്. 50% കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞത് എന്ന് കരുതി ബാക്കിയുള്ള ടോപ്പിക്സ് വരില്ല എന്നല്ല. പക്ഷെ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയാസ് ആണ് ഈ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ തവണ ചോദിച്ച 2025 തന്നെ നമുക്ക് ചോദിച്ച മോഡലുകൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്നാണ് ഈ പറയുന്ന ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഞാനിവിടെ കൊടുത്തിട്ടുള്ള 4 ക്വസ്റ്റ്യനും ഒരേ എക്സാമിന്റെ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യന്റെയും പാറ്റേൺ ഇത് തന്നെയാണ്, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റും ഒരേ രീതിയിൽ, അതായത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി അഡ്വാൻസ്ഡ് ലെവലിലോട്ട് എത്തുകയാണ്. അപ്പൊ അവിടെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഫില്ല് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്നല്ല നമുക്ക് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ശരി, രണ്ടും ശരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണോ ശരി, അത് രണ്ടും ശരിയല്ലേ, ആ രീതിയിലുള്ള ചോദ്യമാണ്. അപ്പം റിയലി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ, വായിച്ചെടുക്കാനും നമ്മുടെ പല ആസ്പെക്റ്റിലും ചിന്തിക്കാൻ നമുക്ക് പല ആൻസർ തോന്നാകുന്ന ഒരു കൺഫ്യൂസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മുടെ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ അറിയാം, ബേസിക് ഏരിയ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ രണ്ടും. മൂന്നാമത്തതും അതുപോലെ തന്നെ, നാലാമത്തത് നമ്മുടെ പ്ലാനിങ്ങിൽ നിന്ന്, ഫങ്ഷൻസിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4ഉം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേറെ ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും അവിടെ പറയുന്നില്ല. പക്ഷേ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതി ചിലപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിക്കാം. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ഇനി അങ്ങോട്ട് സെറ്റ് എക്സാമിനെ എന്ത് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമ്മളെ 3 മാസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ 90 ദിവസമാണ് കിട്ടുന്നത്, 90 ഡേയ്സ് ആണ് കിട്ടുന്നത്. ആ 90 ഡേയ്സിന് നമുക്ക് 15 ഡേയ്സ് വെച്ച് ഓരോ മൊഡ്യൂളിനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മൊഡ്യൂളുകളെയും പോലെ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള യൂണിറ്റ് 1ന് കിട്ടുന്നത് 15 ദിവസമാണ്. ഈ 15 ദിവസം എങ്ങനെ നമുക്ക് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യത്തെ 2 ദിവസം നമുക്ക് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 പഠിക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റും അതുപോലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് ആ ഒരു ഏരിയ കുറെ കൂടുതലുള്ള മൊഡ്യൂളുകളാണ്. പക്ഷെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ദിവസം അവിടെ അസൈൻ ചെയ്യാം. അതിന് ശേഷം വരുന്ന 6ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെ വരുന്ന ആ ഒരു 5 ദിവസം നമുക്ക് അടുത്ത 2 മൊഡ്യൂളുകൾക്കായിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് മൊഡ്യൂൾ 5ന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു 3 ദിവസം കിട്ടുന്നുണ്ട്, ആ ഒരു മൊഡ്യൂളിന് വേണ്ടി മാത്രം. കാരണം നിങ്ങൾക്ക് ടഫ് ആയിരിക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്, ആദ്യമായിട്ട് ആ ഏരിയ പഠിക്കുന്നവരൊക്കെ കാണും. പിന്നെ വരുന്ന 2 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവിഷനും അതുപോലെ തന്നെ PYQs നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അതിന് മുന്നേ ഉള്ള 15 ദിവസത്തിൽ 13 ദിവസവും നമ്മൾ പഠിക്കാൻ എടുത്തിട്ട് ലാസ്റ്റ് വരുന്ന 2 ദിവസമാണ് നമ്മുടെ PYQ ഡിസ്കഷനും റിവിഷനും ഒക്കെ വരുന്നത്. നമ്മൾ എന്ത് പഠിച്ചു എന്ന് നമുക്ക് ആ ലാസ്റ്റ് 2 ദിവസത്തിൽ മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെ പഠിച്ചില്ല എന്നുള്ളത്. അപ്പൊ നമുക്കത് ലാസ്റ്റ് നിങ്ങൾക്കത് വീണ്ടും പഠിക്കാത്തത് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് അവിടെ റിവിഷൻ ആൻഡ് PYQ വർക്കൗട്ടിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഒരു രീതിക്കകത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആ മൊഡ്യൂളുകളുടെ ഒരു മെജോറിറ്റി പോർഷൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ യൂണിറ്റ് 2 ആണ് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിലും 5 മൊഡ്യൂളുകളാണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ്, ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. മാക്രോ ആൻഡ് മൈക്രോ എൻവയോൺമെന്റ്, അതിനകത്ത് തന്നെ എക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ, കൾച്ചറൽ, ട്രേഡ്,
അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മൊഡ്യൂളാണ് ഫസ്റ്റ് വൺ. അതിനുശേഷമാണ് ഈ പറയുന്ന മൊഡ്യൂൾ 2. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതായത് നമ്മൾ അവിടെ മൊത്തത്തിൽ ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ, അതിൻ്റെ എക്കണോമിക് സിസ്റ്റം, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എങ്ങനെ പെർ ക്യാപിറ്റൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ വരും, നമ്മുടെ എക്കണോമിയിലുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ള പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, റീജിയണൽ ഇംബാലൻസുകൾ, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ നമ്മളവിടെ മൊഡ്യൂൾ 2-നകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം മൊഡ്യൂൾ 3-നകത്ത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, പിന്നെ നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പിന്നെ എക്കണോമിക് ഇൻ്റഗ്രേഷൻ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ മൊഡ്യൂൾ 3-ൽ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം മൊഡ്യൂൾ 4-ലോട്ട് വരുമ്പോൾ നമ്മുടെ പോളിസീസ്, ഇൻവെസ്റ്റ്മെന്റിന്റെ പോളിസി, എക്സിം പോളിസി, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ പോളിസി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോളിസി, അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്കോണമി കവർ ചെയ്യുന്ന എല്ലാ പോളിസീസും നമ്മൾ മൊഡ്യൂൾ 4-ൽ പഠിക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ മൊഡ്യൂൾ 5-ൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മിസ്സിനെ പറ്റി മാത്രമാണ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതിൽ വരുന്ന ഓരോ കോൺസെപ്റ്റ്, ഡേറ്റ പ്രോസസ്സിംഗ് കോൺസെപ്റ്റ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് എങ്ങനെയാണ്, സിസ്റ്റം ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് മൊഡ്യൂൾ 5-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 നമുക്കറിയാം ഒരു എൻവയോൺമെന്റ് മാത്രം കവർ ചെയ്യുന്നത് കൊണ്ട് ആ ഏതിൽ എൻവയോൺമെന്റിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. സോ മൊഡ്യൂൾ 1 സിമ്പിൾ ആണ്, അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അതിനുശേഷം മൊഡ്യൂൾ 2-ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് GDP പറ്റി ചോദിക്കാം, അതുപോലെ തന്നെ റിയൽ GDP, അങ്ങനെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസിൽ നിന്ന് ചോദിക്കാം. അതുപോലെ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻകം ഒക്കെ, നാഷണൽ ഇൻകം കാൽക്കുലേഷനെ പറ്റിയിട്ട് ചോദിക്കാം. അവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. മൂന്നാമതെന്ന് പറയുമ്പം അതിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ടും IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ എക്കണോമിക് ഇൻ്റഗ്രേഷനെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യം, പൊളിറ്റിക്കൽ യൂണിയൻ, എക്കണോമിക് യൂണിയൻ, ഇവരുടെ ഈ ഒരു ഈ എത്രത്തോളമാണ് അവരുടെ ഇൻ്റഗ്രേഷൻ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേഷൻ ഉള്ളത് ഏതിനാണ്, അങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് നെറ്റിനും ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഏരിയ. അതുപോലെ പോളിസീസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് LPG തന്നെയാണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആ ഒരു ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. മിസ്സിൽ നിന്ന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടോപ്പിക് പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഞാൻ പറഞ്ഞ ഏരിയ തന്നെയാണ് ആദ്യത്തെ തന്നെ നമ്മുടെ എല്ലാ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് കവർ ചെയ്യുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് മുഴുവൻ പഠിച്ചാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടും. രണ്ടാമത്തതും ആ എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മൂന്നാമത്തതും എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തത് നമ്മുടെ എക്കണോമിക്കിന്റെ പ്രോബ്ലം ആയിട്ടുള്ള പോവർട്ടിയെ കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ വന്നത് എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നമുക്കത് ഇവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മൊഡ്യൂളുകളെന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെയാണ് അടുത്തത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1-5 ആണ് നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റിയിട്ടും GDPയെ പറ്റിയിട്ടൊക്കെ കവർ ചെയ്യാൻ. ആദ്യത്തെ മൊഡ്യൂൾ സിമ്പിൾ ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും രണ്ടാമത്തെ മൊഡ്യൂൾ അതിലധികം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണം ചെറുതാണെങ്കിലും മറ്റത് ഒരുപാട് വലുതായത് കൊണ്ട് അത് നമുക്ക് പേ ഓഫ് ചെയ്ത് പോകാൻ പറ്റും. ദെൻ 6 to 10 days എന്ന് പറയുന്ന മൊഡ്യൂൾ 3 and 4 ആണ്. അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ 5 ആയിട്ടുള്ള മിസ് പഠിക്കാനാണ് അത് പിന്നീടുള്ള 2 ദിവസം എടുക്കുന്നത്. ലാസ്റ്റ് ദിവസം ഇതെല്ലാം നമ്മൾ റിവൈസ് ചെയ്യുന്നു, ഇതുവരെ വന്ന PYQs വർക്കൗട്ട് ചെയ്യുന്നു, മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും സിലബസിനെ കുറിച്ചിട്ട് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം.
സിലബസിൽ ഏറ്റവും കാഠിന്യമുള്ള പോർഷൻസ് ഏത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു താരതമ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവണം. ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിൽ അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് പ്രോബ്ലംസ് ആയിരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, മറ്റു ചിലർക്ക് തിയറി ആയിരിക്കും പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സെറ്റ് കൊമേഴ്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 6 യൂണിറ്റുകളാണ് ഉൾപ്പെടുന്നത്. ഓരോ യൂണിറ്റിലും 5 മൊഡ്യൂൾ വീതമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ 3 യൂണിറ്റുകളുടെ കാര്യങ്ങൾ ഞാനും ബാക്കി 3 യൂണിറ്റുകളുടെ ടൈം ടേബിൾ ആര്യമിസുമായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു യൂണിറ്റിൽ 5 മൊഡ്യൂൾ ഉൾപ്പെടുന്നുണ്ട്. തിയറിക്കും പ്രോബ്ലത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിലുപരി ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന എക്സാമിന് പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല, പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം തന്നെ തിയറി ആയിട്ട് വരാറുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ പോലും ഈ ഏരിയയിൽ നിന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ഇന്ന ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരും എന്ന് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഏരിയാസും ഉണ്ട്. അത്തരത്തിലുള്ള ഏരിയാസ് ആണ് ഈ എക്സ്പെക്റ്റഡ് അതിനകത്ത് തന്നിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും ഉണ്ടാകും. അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നിന്നും more than 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഷെയറിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, വാല്യൂഷൻ ഓഫ് ഷെയർസ് എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ട്രയൽ ബാലൻസിന്റെ ഏരിയയിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഞാൻ ഇതിൽ സൂചിപ്പിച്ചില്ല, അതായത് ടൈപ്പ് ചെയ്തില്ല എങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് ആൻഡ് അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡിംഗ് ഫേംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് എൻ്റെ നോക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്ക് ഇനി ഉള്ള എക്സാമുകളിൽ ഈ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിലൊന്നാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതും സിങ്കിങ് ഫണ്ട് ടേബിളിന്റെ സാന്നിധ്യത്തോട് കൂടിയിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക ആളുകളും ഒന്ന് വണ്ടർ അടിച്ചു, കാരണം ഈ ഒരു ഏരിയ നമ്മുടെ സിലബസിൽ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PSCക്കും അതേപോലെ തന്നെ നെറ്റ് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെയാണ് വയലേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ടും വളരെ ഡീപ്പ് ലെവലിൽ നിന്നും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കണം. സിലബസ് എന്ന് പറയുമ്പോൾ സിലബസിൽ പറയാതെ പറയുന്ന ചില ഏരിയാസും ഇപ്പോൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 3 month സ്റ്റഡി പ്ലാനിൽ 3 യൂണിറ്റുകൾ കവർ ചെയ്യാൻ നമുക്ക് 45 days ആണ് വേണ്ടത്. അപ്പോൾ ഈ 3 യൂണിറ്റിനും നമ്മൾ ഈക്വൽ ആയിട്ട് ഡേയ്സ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ സിലബസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ആ സിലബസ് എങ്ങനെ ഈ ഇത്രയും ഡേയ്സിനുള്ളിൽ കവർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ 15 days യൂണിറ്റ് 3ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അതിൽ ഓരോ ഡേയ്സും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള പോർഷൻസും. ചിലർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആദ്യം പഠിക്കാനായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് പഠിച്ച് ലാസ്റ്റ് ടൈമിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസിനനുസരിച്ച് ടോപ്പിക്കുകൾ ഡിസൈഡ് ചെയ്യുക. സോ ഈ ഒരു 15 days യൂണിറ്റ് 3 കവർ ചെയ്യുമ്പോൾ ആദ്യത്തെ 1 to 5 days എന്ന് പറയുന്നത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3ക്കായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റുകളും ട്രേഡിംഗ് അക്കൗണ്ടും ട്രയൽ ബാലൻസും അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സുകളും ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സുകളും നോൺ ട്രേഡിംഗ് ഫേംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് ആണ്. ആൻഡ് മൊഡ്യൂൾ 3 വന്നിട്ട് കമ്പനി അക്കൗണ്ട്സുകളാണ്. അപ്പോൾ ഈ 3 മൊഡ്യൂളും മാക്സിമം ഈ ഒരു 5 daysനുള്ളിൽ കവർ ചെയ്യണം. ദെൻ അടുത്ത 5 to 10 days എന്ന് പറയുന്നത് ഈ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ലൈക്ക് ഷെയർ ഇഷ്യൂ, ഡിബഞ്ചേഴ്സ്, ഷെയർ ഇഷ്യൂവിൽ തന്നെ ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ വരുന്നുണ്ട്.
അപ്പോൾ ഫോർഫീച്ചറിന്റെ ഏരിയാസ് ഒക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ഷെയർസ്. സോ ഇതെല്ലാം തന്നെ മാക്സിമം കവർ ചെയ്ത് പോകണം. ആൻഡ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് കമ്പനി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ആണ്. മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ളത് അമാൽഗമേഷൻ ഉൾപ്പെടുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ അമാൽഗമേഷന്റെ ഏരിയയിൽ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. ആൻഡ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകളും കൺവെൻഷൻസും പഠിക്കുമ്പോൾ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, IFRS, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിനൊക്കെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ചോദിക്കാറുണ്ട്. ആൻഡ് സാധാഗതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ലാസ്റ്റ് 5 days എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളത് റിവിഷന് വേണ്ടിയിട്ട് മാത്രം വിനിയോഗിക്കേണ്ടതാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിലും നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യുക. ആ റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമും അതിന് തൊട്ട് മുമ്പ് നടന്നൊരു എക്സാമും നിങ്ങൾ റെഫർ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പുതിയ ഏരിയാസ് ഏതാണ്, ഈ ഒരു യൂണിറ്റിൽ നിന്നും പുതിയ ഏരിയാസ് ഏതാണ്, സിലബസിൽ ഉൾപ്പെടാത്ത ഏരിയാസ് ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം റിവൈസ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം PYQs വർക്ക്ഔട്ട് ചെയ്യുക. അത് മൊഡ്യൂൾ വൈസോ അല്ലെങ്കിൽ ടോപ്പിക് വൈസോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ ഈ ഒരു PYQ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. യൂണിറ്റ് 4 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ് ആണ്. നമുക്കറിയാം, നമ്മൾ PG ലെവലോട്ട് പഠിച്ചു വരുന്നൊരു ഏരിയ ആണ് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക്. റിസർച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടും ചോദിക്കാൻ പറ്റും, ഏറ്റവും സിമ്പിളായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഈ നമ്മൾ മുന്നേ പറഞ്ഞ യൂണിറ്റുകളെ കാട്ടിയും നമുക്ക് കൂടുതൽ ഇനി ഉപയോഗം വരുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുക. റിസർച്ചിലോട്ടൊക്കെ പോകുന്നവർ ഇത് പഠിക്കുമ്പോൾ ഇതിൽ നിന്നൊരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ആദ്യത്തേത് നമ്മുടെ എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ടൈപ്പ്, സ്റ്റെപ്സ്, അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ. റിസർച്ച് ഡിസൈൻ ബേസിക് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് റിസർച്ചിൽ നിന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റും. അപ്പം നമ്മൾ അത് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആഴ്ന്നിറങ്ങി തന്നെ പഠിക്കുക. ജസ്റ്റ് വായിച്ചു പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ബേസ് കിട്ടണമെന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഒരു റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ സെറ്റ് ചെയ്യും, ഹൈപ്പോത്തസിസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിംഗ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യും, അതുപോലെ തന്നെ സാമ്പിൾ എങ്ങനെ സെലക്ട് ചെയ്യും, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 2 പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഹൈപ്പോത്തസിസ്, സാമ്പിളിംഗ്, നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. സ്കെയിലുകളും അതുപോലെ നോമിനൽ, ഓർഡിനൽ, അപ്പം അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ 3 ഡേറ്റ അനാലിസിസിലോട്ട് വരികയാണ്. ഡേറ്റയിൽ നിന്ന് അനാലിസിസ് സ്റ്റേജിലോട്ട് വരികയാണ്, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അതുപോലെ പ്രോബബിലിറ്റി, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളായിട്ടുള്ള പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ്. എപ്പം ഏതൊക്കെ ടെസ്റ്റ് ഉപയോഗിക്കുന്നു, എന്തൊക്കെ കണ്ടീഷൻസ് വരുമ്പോൾ, അത് എത്ര പഠിച്ചാലും കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് റിലേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഓപ്പറേഷൻസ് റിസർച്ച് ആണ് മൊഡ്യൂൾ 4 വരുന്നത്. പിന്നെ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെന്റ്, നെറ്റ്വർക്ക് അനാലിസിസ്, CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്,
പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, അതൊക്കെയാണ് മൊഡ്യൂൾ 5 വരുന്നത്. അതൊന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. CPM പറ്റും കമ്പയർ ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് ഡിസൈനിന് വെച്ചിട്ട് നമ്മൾ സാമ്പിൾ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റിസർച്ച് ഡിസൈൻ എങ്ങനെ വരും എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റിസർച്ച് ഡിസൈനിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കി കുറച്ചുകൂടെ പാടുള്ള രീതിയിലും റിസർച്ച് ഡിസൈനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ സാമ്പിളിന്റെ ചെറിയ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പിളിംഗ് ഡിസൈനിന് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യനും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നമ്മൾ കണ്ടോ സാമ്പിളിംഗ്, റിസർച്ച് ഡിസൈൻ, അതുപോലെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്, ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 5 days മൊഡ്യൂൾ 1 and 2 ആണ്. ബേസിക് കാര്യങ്ങളും പഠിക്കുക, അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക. പിന്നെ നമ്മൾ അനാലിസിസ് പാർട്ട്, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് റിസർച്ച് പാർട്ടും ഒക്കെയാണ് അടുത്ത 5 days പഠിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ്, അസൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ 2 ദിവസം എടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട്. ലാസ്റ്റ് 2 ദിവസം മറന്നു പോകാതെ ചിലർ വിചാരിക്കും റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മൊഡ്യൂൾ 5 തന്നെ വീണ്ടും 2 ദിവസം കൂടെ പഠിക്കാം. ഒരിക്കലും ഇല്ല. നമ്മൾ ഒരു മൊഡ്യൂൾ പഠിച്ചില്ലെങ്കിൽ കൂടെയും നമ്മളത് റിവൈസ് ചെയ്യുക, മറ്റ് പഠിച്ച മൊഡ്യൂളുകൾ റിവൈസ് ചെയ്യുക. കാരണം നമ്മൾ ഒരു മൊഡ്യൂള് മിസ്സാകുന്നതിനെക്കാട്ടി നഷ്ടം നമുക്ക് റിവിഷൻ അല്ലെങ്കിൽ PYQ വർക്കൗട്ടിൽ നിന്ന് നഷ്ടമാവും. കാരണം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും ആവത്തില്ല. നമ്മളത് നന്നായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് എക്സാമിന് ഓർക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് പഠിച്ചതിനെ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 5 ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. പ്രോബ്ലം തിയറി രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള ഒരു യൂണിറ്റ് കൂടിയാണിത്. പ്രധാനമായിട്ടും 5 മൊഡ്യൂൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ലാസ്റ്റ് ഒരു മൊഡ്യൂൾ വന്നിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റുമാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്നും ചില തവണ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ചില തവണ 2 or 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലും നമുക്ക് ഉറപ്പായിട്ടും വരും എന്ന് പറയാൻ പറ്റുന്ന ചില ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി, തിയറീസ് ഓഫ് ഡിവിഡൻഡ്, മാർക്കറ്റിംഗ് മിക്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് കേട്ടോ. അതായത് 100% നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏരിയാസ് ആണ്. ഇനി ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിലൊക്കെ തന്നെ ഇതിൽ നിന്നും പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് മോഡേൺ മെത്തേഡ്സിലെ ടൈം വാല്യൂ ഓഫ് മണി, അതേപോലെ തന്നെ പ്രോജക്റ്റ് ഇവാലുവേഷൻ, ദാറ്റ് മീൻസ് പേ ബാക്ക് പീരീഡ്, അതേപോലെ തന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രോബ്ലം ഏരിയാസ് ചോദിക്കാറുണ്ട്. പിന്നീട് വന്നിട്ട് വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസും ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന എക്സാമിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിറ്റ് 5 എന്ന് പറയുന്നത് അത്യാവശ്യം കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. 5 മൊഡ്യൂൾസും എല്ലാ മൊഡ്യൂൾസും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. പിന്നെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാസ്സാകണം ഫെയിൽ ആകണം എന്നുള്ളൊരു ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ലാസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റുമാണ്. അപ്പോൾ ഫസ്റ്റ് 5 days എന്ന് പറയുന്നത് മൊഡ്യൂൾ 1, 2, 3. അപ്പോൾ മൊഡ്യൂൾ 1, 2, 3 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡേയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 3 hours മിനിമം നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കണം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ട് കളയരുത്. കാരണം ഇപ്പോൾ ഏതൊരു എക്സാമിനും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. അപ്പോൾ ട്രഡീഷണൽ മോഡേൺ ഗോൾസ് ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, സ്കോപ്പ്,
അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ഡിസിഷൻസ് ആണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ ഉൾപ്പെടുന്നത്. അതായത് ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രോബ്ലം ആൻഡ് തിയറീസ് വരാറുണ്ട്. പ്രോബ്ലം ഏരിയാസും അതേപോലെ തിയറി ഏരിയാസും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നുള്ള ഒരു ഏരിയ ആണ്. അവിടെ ട്രഡീഷണൽ ആൻഡ് മോഡേൺ മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ടൈം വാല്യൂവിന്റെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രഡീഷണൽ മോഡേൺ മെത്തേഡ്സിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയാസ് ആണ് ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതേപോലെ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ദാറ്റ് മീൻസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അത് തിയറിയും പ്രോബ്ലവും തുല്യ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകണം. അതുപോലെ തന്നെ റിസ്ക് ഇൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്നുള്ള ഏരിയയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്ത മൊഡ്യൂൾ ആയിട്ടുള്ള മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തിയറികൾ, അതായത് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് തിയറീസ് ഒക്കെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഈ തിയറീസ് ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ തന്നെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്, ഒന്നിലേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് മൊഡ്യൂൾ 4, അപ്പോൾ അടുത്ത 5 to 10 ഡേയ്സിലാണ് മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അതിന്റെ ഫോർമുലാസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കണം. മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും എഴുതി പഠിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഡിവിഡൻഡ് പോളിസി. അപ്പോൾ ഈ 2 ഏരിയയും ക്വസ്റ്റ്യൻസ് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഡിവിഡൻഡ് പോളിസികൾ, പലതരത്തിലുള്ള ഡിവിഡൻഡ് പോളിസികളുണ്ട്, ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കി വെച്ച് തന്നെ പോകണം. ഡിവിഡൻഡ് തിയറീസും ആരാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സുകളും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സാമിന് കയറി വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ലാസ്റ്റ് 5 days, അതായത് 10 to 15 days എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ അവസാന 5 ദിനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഏരിയാസ് തന്നെയാണ്. അതൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. സോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും ഈ ഏരിയാസിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു അറിവുണ്ടാവാൻ സഹായിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു സർട്ടനിറ്റി ഇക്വലന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജ് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നിലേറെ ക്വസ്റ്റ്യൻസ് ഫിനാൻഷ്യൽ ലിവറേജിൽ നിന്നും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എബിറ്റ് EPS അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിഫറൻസ് പോയിന്റ് ഒക്കെ തന്നെ വളരെ റെയർ ആയിട്ട് മാത്രം ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇനിയുള്ള ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ റെയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 3-4 റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ആണ് കുറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും അഡ്വാൻസ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെയും 5 മൊഡ്യൂൾസ് ആണ് ഉൾപ്പെടുന്നത്. അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് മുതൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എപ്പോഴും വരാറുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുനിന്ന്. അതായത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, റേഷ്യോ അനാലിസിസ്. അപ്പം ഇത്തവണ ചോദിച്ചിട്ടുള്ളത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോസും ചോദിക്കാറുണ്ട്. ആൻഡ് ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ
മിക്കപ്പോഴും ഇപ്പോൾ ക്വസ്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ബ്രേക്ക് ഈവൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഏരിയ ആണ് കേട്ടോ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന എല്ലാ കോസ്റ്റുകളും, അതായത് മാർജിനൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, എല്ലാം തന്നെ ബ്രേക്ക് ഈവൻ സെയിൽ എല്ലാം തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നും ഏകദേശം 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ, അതായത് ഇപ്പോൾ ബ്രേക്ക് ഈവൻ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ തന്നിട്ട് അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് പ്രോബ്ലം ഏരിയാസിൽ നിന്നൊക്കെ തന്നെ. സോ നിങ്ങൾ എല്ലാ രീതിയിലും എക്സാമിന് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. അടുത്ത 15 ഡേയ്സ് എന്ന് പറയുമ്പോൾ 45 ഡേയ്സിൽ ലാസ്റ്റ് 15 ഡേയ്സ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 5 പോലെ തന്നെ ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് ആണ്. പ്രോബ്ലം അതുപോലെ തന്നെ തിയറീസ് വരാറുണ്ട്. ആദ്യത്തെ 5 ഡേയ്സ്, അതായത് 1 to 5 ഡേയ്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3ക്കായിട്ട് മാറ്റിവെക്കുക. ഇപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റുകളും എലമെന്റ്സ് ഓഫ് കോസ്റ്റും അതേപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിങ്ങും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. സോ ഈ ഒരു മൊഡ്യൂൾ 1 ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഏരിയാസ് ആണ് ഈ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് തുടങ്ങിയിട്ടുള്ളവ. അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. ആൻഡ് വാല്യൂ അനാലിസിസ് ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗും അതിൽ ഉൾപ്പെടുന്നുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസുമാണ് ചോദിക്കാറ് ഈ ഒരു സിലബസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് 1 ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകണം. ആൻഡ് 5 to 10 ഡേയ്സ് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5നായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ മൊഡ്യൂൾ 4 വന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്, അതായത് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ് ഉൾപ്പെടുന്നത്. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള റേഷ്യോസ് അതിനകത്ത് വരുന്നുണ്ട്. എല്ലാ റേഷ്യോസും പഠിച്ചു പോകണം. ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോബ്ലം ആയിട്ട് തന്നെ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസും ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവുക. ആൻഡ് മൊഡ്യൂൾ 5 വന്നിട്ട് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് മാനേജർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇറ്റ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗും ബ്രേക്ക് ഈവൻ അനാലിസിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഈവൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്, പ്രോഫിറ്റ് വോളിയം റേഷ്യോ അനാലിസിസ് ഒക്കെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നും ഏകദേശം 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രോബ്ലം അത്യാവശ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. സോ ലാസ്റ്റ് 5 ഡേയ്സ് നമ്മൾ റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ PYQs വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും. കാരണം അധികം എല്ലാവരും ഈ പ്രോബ്ലംസ് ചെയ്യാതെ തിയറി മാത്രം പഠിച്ച് സേഫ് ആകാനാണ് നോക്കുന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന എക്സാമിനൊക്കെ തന്നെ പ്രോബ്ലം അതേപോലെ തന്നെ തിയറി, അപ്പോൾ പ്രോബ്ലം തന്നെ തിയറി ആയിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യങ്ങൾ കൂടി വരാറുണ്ട്. സോ അപ്പോൾ നിങ്ങളെല്ലാം തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകൾ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. എനിവേ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, 3 മാസം കൊണ്ട് നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം നിങ്ങളുടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെയർ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് വളരെയധികം നന്ദി. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ സമയം, ഇത്രയും സമയം ഇത് കേൾക്കാനെടുത്ത ഒരു സമയത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇത് കഴിഞ്ഞൊന്ന് റിവൈൻഡ് ചെയ്യുക. റിവൈൻഡ് ചെയ്തിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ കളഞ്ഞ ഈ ഒരു ഇത്തിരി സമയം, നിങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി കളഞ്ഞ ഒരു സമയം
ആ ഒരു സമയം കേട്ടുകൊണ്ട് തന്നെ അതൊന്നുകൂടെ നമ്മൾ മനസ്സിരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു നല്ലൊരു മികച്ച ഒരു നാളെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 month സ്റ്റഡി പ്ലാൻ അഡോപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് സെറ്റ് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ഇപ്പോഴേ തന്നെ ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു.